എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശിനെ ഓഫീസിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവന്ന് എം ഡി കസേരയിൽ ഇരുത്തുവാണ് അനി. അന്നേരവും ആദർശ് പറയുന്നുണ്ട്, എടാ ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല, നീ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന്. അന്നേരം അനി പറയും, ആദർശിടം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു, എനിക്ക് ഇത്രയും ഭാരമൊന്നും തലയിൽ ചുമക്കാൻ സാധിക്കത്തില്ല, എനിക്ക് ഫ്രീ ആകണം എന്ന്. അന്നേരം ആദർശ് പറയും, അങ്ങനെ ഫ്രീ ആകാനൊന്നും ഇനി പറ്റത്തില്ല കേട്ടോ, എൻ്റെ കൂടെ പകുതി ബ്രാഞ്ച് നീയാണ് നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷേ ഇതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ എല്ലാം ഞാൻ നോക്കണം, അതുകൂടാതെ എത്ര മീറ്റിംഗ് ആ മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യണം, അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമില്ല എൻ്റെ ആദർശേട്ട എന്ന് പറയുമ്പം ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇനിയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് നീ തന്നെയാണ് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, ഏതായാലും നേരത്തെ അത്രയും ഭാരമില്ലല്ലോ, അത് മതിയെന്ന്. എന്തായാലും അനി ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നീട് നവ്യയാണ് കാണിക്കുന്നത്. നവ്യ ഭയങ്കര സന്തോഷം അഭിനയിച്ച് നടക്കുന്നുണ്ടെങ്കിൽ പോലും മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. ഇങ്ങനെ ഓരോന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അഭി അങ്ങോട്ട് വരും. എന്നിട്ട് നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാൻ ആകെ ടെൻഷനിലാണ്, അനിയുടെ MD സ്ഥാനം പോയത് ഒരു തിരിച്ചടിയായി എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, അത് നേരാ, അനിയുടെ MD സ്ഥാനം കളഞ്ഞിട്ട് മുത്തശ്ശൻ തെറ്റുകൾ മാത്രം ചെയ്യുന്ന നിൻ്റെ ആദർശേട്ടനെ പിടിച്ച് പിന്നെ അവിടെ ഇരുത്തിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, അതൊക്കെ നേരാ, പക്ഷേ അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കണം, അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുമോ എന്നാണ് എനിക്കിപ്പോൾ പേടി എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കും, അതിനിപ്പോൾ ആര് തടസ്സപ്പെടുത്താനാണ്, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആ വിവാഹം ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പം അനി ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല, അതിന് കാരണം എന്താണെന്ന് നിനക്കറിയാലോ എന്ന് പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ നന്ദൂനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ തമ്മിൽ ഇപ്പോൾ ബന്ധമൊന്നുമില്ല എന്ന്. അന്നേരം അഭി പറയുവാണ്, അങ്ങനെ ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കണം, കാരണം മൂർത്തി ജ്വല്ലറിയുടെ പകുതി ബ്രാഞ്ച് നോക്കുന്നത് അനിയാണ്, അതുകൊണ്ട് ഈ വിവാഹം ഒരിക്കലും മുടങ്ങിപ്പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിന് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും, എന്നെ കണ്ണെടുത്ത കണ്ടുകൂടല്ലോ നിൻ്റെ അനിയത്തിക്ക്, പിന്നെ ഇതിൻ്റെ കൂടെ സഹകരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ, എടി അങ്ങനെയൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഈ വിവാഹം നടക്കണം, അതൊരാവശ്യമാണ്, അത് നടന്നാൽ മതിയായിരുന്നു, നീ ഏതായാലും എതിർക്കാനോ അല്ലെങ്കിൽ വേറെ പാര വയ്ക്കാനോ നിൽക്കരുത്, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പം നവ്യ ഒന്നും മിണ്ടുന്നില്ല. അഭി അങ്ങ് പോയി കഴിയുമ്പം നവ്യ മനസ്സിലോർക്കുന്നുണ്ട്, നീയും നിൻ്റെ അമ്മയും ഈ വിവാഹം നടക്കാൻ ഇത്രയും ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് അത് മുടക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ അതൊക്കെ ഞാൻ നോക്കുമെന്നാണ് നവ്യയുടെ മനസ്സിൽ. പിന്നെ ദേവേനെ കാണിക്കുന്നുണ്ട്. ദേവേനെ വൈകിട്ട് പാല് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് കുങ്കുമപ്പൂവൊക്കെ ഇട്ട് നയനയ്ക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞിന് നല്ല കളർ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. എന്നിട്ട് ദേവേനെ അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇനി തൊട്ട് ഈ വീട്ടിൽ രാത്രിയിൽ ആർക്കും ഉറക്കം കാണുകയില്ല, ഫുട്ബോൾ പ്രേമികളായതുകൊണ്ട് തന്നെ എല്ലാവരും രാത്രിയിൽ ഉറക്കളിച്ചിരുന്ന് കളികളൊക്കെ കാണും, മുത്തശ്ശനും ആദർശവും ഒക്കെ അർജൻറ്റീന ഫാനാണ്, അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറക്കളിച്ചിരുന്ന് കാണും, അനിയാണെങ്കിൽ ബ്രസീൽ ഫാനാണ്, ആകെ ബഹളമായിരിക്കും ഇനി ഓരോ കളി നടക്കുമ്പോഴും എന്നൊക്കെ പറയുമ്പോൾ, ഓ അതേതായാലും നന്നായി എന്നൊക്കെ നയന പറയുന്നുണ്ട്. എന്നിട്ട് നേരെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് ആദർശനോട് പറയുവാണ്, ദേ അമ്മ പാലൊക്കെ തന്നു വിട്ടിട്ടുണ്ട്, എന്നോട് കുടിക്കാനാണ് പറഞ്ഞത്, പക്ഷേ ആദർശേട്ടൻ പകുതി കുടിക്കണം, ഇത് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വീട്ടിലോട്ട് വന്നതിൻ്റെ ഒരു ആഘോഷമായിട്ട് കൂട്ടാമെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എടി ഇത് ആദ്യ രാത്രിയൊന്നും അല്ലല്ലോ, പിന്നെ എന്താ, നീ അതങ്ങ് കുടിച്ചാൽ മതിയെന്ന്. അന്നേരം അങ്ങനെ പറയരുത്, ഇതൊരു സന്തോഷത്തിന് വേണ്ടിയാണ്, നമ്മുടെ ആദ്യ രാത്രിയെക്കുറിച്ച് ആദർശനെ ഓർമ്മിപ്പിക്കാതിരിക്കുന്നത് നല്ലതെന്നും പറയും. പിന്നെ നയന വീണ്ടും വീണ്ടും നിർബന്ധിക്കുമ്പം ആദർശ് അത് കുറച്ച് കുടിച്ചിട്ട് നയനയ്ക്ക് കൊടുക്കുന്നു. നയനയെ അത് കുടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകും എന്ന് ഞാൻ കരുതിയതല്ല, അന്ന് ആദർശനെ ഇറങ്ങിപ്പോയപ്പം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, അത് കഴിഞ്ഞ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഇവിടെ കഴിഞ്ഞത്, പിന്നീട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ, ഏതായാലും അതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല, നീ ടെൻഷൻ ആകണ്ട എന്ന്. എന്നിട്ട് ചേർത്ത് പിടിച്ച് ഒന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദൂനെയാണ്. നന്ദൂനെ അനി വിളിക്കുവാണേ. അന്നേരം നന്ദു ഫോൺ എടുത്തിട്ട് എന്താടാ എന്ന് ചോദിക്കും. അന്നേരം അനി ഭയങ്കര വിഷമത്തോടെ പറയുവാണ്, എനിക്ക് രാത്രി കിടന്നിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ആദർശേട്ടനും ഏട്ടത്തെയും തിരിച്ചു വന്നതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇനി എൻ്റെ വിവാഹ നിശ്ചയവും കൂടി നടക്കുമല്ലോ എന്നോർക്കുമ്പം ആകെ വിഷമത്തിലാണ് ഞാൻ. MD സ്ഥാനം ആദർശേട്ടന് കൊടുത്തിട്ട് ഒന്ന് ഫ്രീ ആയി നിൻ്റെ കൂടെ നടക്കാമെന്നൊക്കെ കരുതിയതാണ്, അപ്പോഴത്തേക്കും ഇത് വന്ന് എൻ്റെ തലയിൽ കയറി, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം നന്ദു പറയുന്നുണ്ട്,
എടാ എനിക്ക് കുറുക്ക് വഴിയൊന്നും അറിയത്തില്ല, നീ ഇനി അങ്ങനെ എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പം നിശ്ചയം നടന്നാൽ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ അവളെ അങ്ങ് വിവാഹം കഴിക്കണമെന്ന് പറയുവാണേ. അന്നേരം നീ ദേഷ്യപ്പെട്ട് ചോദിക്കും, അത് പറയാനാണോ നീ ഇപ്പോൾ ഫോൺ എടുത്തത്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു മാർഗ്ഗം പറഞ്ഞു താടി എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞു തരാനാ, ഇനിയിപ്പം എല്ലാ സമയത്തും ഈശ്വരന്മാർ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത് കൊണ്ട് ഇനി ഈ വിവാഹം മുടക്കാനും എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചു തരും എന്നോർത്ത് ആശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഫോൺ വയ്ക്കുവാണേ. അത് കഴിഞ്ഞ് നവ്യ കാണിക്കുന്നുണ്ട്. നവ്യ റൂമിൽ ഇങ്ങനെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ഗ്ലാമറൊക്കെ പോയി തുടങ്ങി, മനസ്സിൽ അത്രത്തോളം ടെൻഷനും വേദനയും ഞാൻ കടിച്ചമർത്തുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് അഭി പിന്നെയും വരും. എന്നിട്ട് അഭി, എടി എങ്ങനെയെങ്കിലും അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടക്കണം, അത് മുടങ്ങി പോകരുത് എന്ന് പറയുമ്പോൾ, നീ ഇടയ്ക്കിടയ്ക്ക് ഇത് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, അതിനകത്ത് ഇവിടെ ആരിത് മുടക്കുമെന്നാണ് നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, ആരെങ്കിലും മുടക്കുമോ എന്നല്ല, അത് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നോർത്ത് എനിക്ക് ആകെ ടെൻഷൻ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഇതിപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ അകത്ത് ഞാൻ കയറി ഇടപെടാൻ ശ്രമിക്കില്ല, കാരണം നിൻ്റെ അനിയത്തി ശരിയല്ല, അവൾക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയുള്ളവളുടെ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്പി പറയും. അന്നേരം അഭി പറയുവാണ്, എടി എങ്കിൽ ഞാൻ നിന്നോടൊരു സത്യം പറയാം, അവൾ ഈ കാണിക്കുന്നത് മൊത്തം അഭിനയമാണ്, അവൾ നമ്മളുടെ സൈഡാണ്, ഇപ്പോൾ നമ്മളെ ആരെയും അവൾ മൈൻഡ് ചെയ്യാതെ നടക്കുന്നത് കൊണ്ടാണ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അവളോട് ഇത്രയും സ്നേഹമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്, അതുകൊണ്ട് നീ അവളുടെ കൂടെ നിൽക്കണമെന്ന് പറയും. അന്നേരം നവ്യ ഒന്ന് വിശ്വാസം ആകാത്ത പോലെ പെട്ടെന്ന് പോയി ഫോൺ എടുക്കുവേ. എന്നിട്ട് പറയുവാണ്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, അവൾ നമ്മുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് നീ എന്നെ വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്ന് പറയും. അന്നേരം അപ്പോൾ പിന്നെയും പറയുവാണ്, സത്യമായിട്ടും അവൾ നമ്മുടെ കൂടെ തന്നെയാണ്, അത് പിന്നെ നിനക്ക് മനസ്സിലായിക്കോളും എന്ന്. അന്നേരം ഒന്ന് ആലോചിച്ച് നിന്നിട്ട് നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ വിവാഹ നിശ്ചയം മുടങ്ങത്തില്ല, നടക്കുക തന്നെ ചെയ്യും, അതിനുവേണ്ടി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, പിന്നെ ആരും മുടക്കാനാ, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്, ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക, ഓഹോ അപ്പോൾ അവളിങ്ങനെ അഭിനയിച്ച് തകർക്കുക അല്ലേ, അങ്ങനെ അഭിനയിച്ച് ഒരുപാട് ആളായി, അവൾ അനിയെപ്പോലെ ഒരു നല്ല ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കേണ്ട, ഇത് മുടക്കാൻ ഇനി എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് നവ്യ അനാമികയ്ക്ക് ഒരു മെസ്സേജ് അയക്കുക കേട്ടോ, ഈ വിവാഹത്തെക്കുറിച്ച്, വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിക്കാണ് മെച്ചം എന്ന് പറഞ്ഞിട്ട് അനാമിക ഇത് വന്ന് വേണുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ വേണുവിനും അതുപോലെ അനാമികയുടെ അമ്മയ്ക്കും അവർക്കെല്ലാവർക്കും ഭയങ്കര സംശയമായി കേട്ടോ, നവീൻ ഇതിനിടയ്ക്ക് നിന്ന് ഇവരെ പറ്റിക്കുവാണോ എന്ന്. അത് കഴിഞ്ഞ് ഇവർ തന്നെ പറയുന്നുണ്ട്, നവീൻ ഇവരോട് ഇഷ്ടം കൂടേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ അങ്ങനെ ഇഷ്ടം കൂടി ഇവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നവീനൊന്നും കിട്ടാനുമില്ല, അപ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു. എന്നിട്ട് വേണു പറയുവാണ്, നാളെ ഞാൻ ഒന്നുകൂടെ വക്കീലിനെ കാണുന്നുണ്ട്, ഏതായാലും വക്കീൽ പറയുന്നത് മാത്രം അക്ഷരം പ്രതി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടേതായ വഴി കൂടി നോക്കണം, ഈ വിവാഹം നിശ്ചയം നടന്നിട്ടുണ്ടെങ്കിൽ അനിക്കാണ് മെച്ചമെങ്കിൽ ഇനി നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് പുനരാലോചിക്കണം എന്ന് 3 പേരോട് തീരുമാനിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു രാവിലെ എഴുന്നേറ്റ് നയന കോല വിടുവാണ്. ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും മുകളിൽ നിൽപ്പുണ്ട്. മുത്തശ്ശന് ഭയങ്കര സന്തോഷം. ഇത് കണ്ടോ, ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിനു വേണ്ടിയാണല്ലോ ഈ കഷ്ടപ്പാട് മൊത്തം നിങ്ങൾ എടുത്തത്, ഏതായാലും മോൾ ഇത്രയും രാവിലെ കുളിച്ചിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പനി പിടിക്കുകയില്ലേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൾ അവിടെ ഇരുന്ന് ചെയ്യുന്ന ആ പ്രവൃത്തി ലക്ഷ്മി ദേവിയെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നതാണ്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന്. അത് കഴിഞ്ഞ് അവർ താഴോട്ട് ഇറങ്ങി വരുന്നു. ഈ സമയം ദേവേനി പോയി ചോദിക്കുന്നുണ്ട്, മോളെ ഇത്ര രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. അന്നേരം ഒരുപാട് നാളായില്ലേ ഇതൊക്കെ ചെയ്തിട്ട്, ഒരു സന്തോഷമായി ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നയന അകത്തേക്ക് കയറി വരുന്നു. അന്നേരം മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം മുത്തശ്ശി തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഒരു രംഗം കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ്റെ വേഷം ബ്രസീലിൻ്റെ ജേഴ്സിയാണ്, ഇത് കൊള്ളാലോ എന്ന് നയന പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി ഫുട്ബോൾ തീരുന്നിടം വരെ, ലോകകപ്പ് തീരുന്നിടം വരെ ഇവിടെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ നമ്മൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവചന മത്സരമൊക്കെ വെച്ചിട്ടുണ്ട്, അതിൽ വിജയിക്കുന്ന ആൾക്ക് ഒരു ആഡംബര കാറ് കൊടുക്കും, അതുകൂടാതെ ഒരു ക്ലബിന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ജ്വല്ലറിക്കൂടെ മൈലേജ് കിട്ടുന്ന കാര്യമാണ് എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ ഫുട്ബോളിനെ പുകഴ്ത്തി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.